DGP സെൻകുമാറിൽ നിന്നും രക്ഷ തേടി IPS ഉദ്യോഗസ്ഥന്റെ കത്ത്. DGPയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് ദേവസ്വം വിജിലൻസ് SP വി ഗോപാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയത്. മന്ത്രി ഇടപെട്ടില്ലെങ്കിൽ കേരള ചരിത്രത്തിൽ കാണാത്ത അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. കത്തിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. സംസ്ഥാന പോലീസ് മേധാവി പകപോക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച് വി ഗോപാലകൃഷ്ണൻ IPS ആണ് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയത്. DGP സെൻകുമാർ 18 വർഷമായി പിന്തുടർന്ന് വേട്ടയാടുന്നു. ദുഷ്ടലാക്കോടെ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. സെൻകുമാർ പകയുള്ള മനുഷ്യനാണെന്ന് വി ഗോപാലകൃഷ്ണൻ തുറന്നടിച്ചു. നമ്മൾ ക്ഷമിച്ച് ഭൂമിയോളം താഴോട്ട് പോകുമ്പോൾ ഇയാൾ കൂടുതൽ ഇങ്ങനെ കയറി നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനും ഒരു കുടുംബമായിട്ട് കഴിയുന്നതല്ലേ. പിന്നെ ഞാനൊരു അഴിമതിക്കാരനോ ഞാൻ ഒരു അട്രോസിറ്റി ഒന്നും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല. പകയുള്ള ഒരു മനുഷ്യനാണ്. പക ഈ ടീമിംഗ് വിത്ത് വെണ്ടറ്റ അഗൻസ്റ്റ് ഹിസ് അഡ്വൈസറീസ്. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. സെൻകുമാറിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കേരള പോലീസിന്റെ ചരിത്രത്തിലെ മോശം സംഭവങ്ങൾ തുടരുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. പോലീസ് തലപ്പത്ത് DGPയോടുള്ള അതൃപ്തിയാണ് വി ഗോപാലകൃഷ്ണനിലൂടെ പരസ്യമായി പുറത്തുവരുന്നത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാൻ ദില്ലി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ചാന്ദിനി ചൌക്കിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം കൈമാറിയെന്ന സരിതയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. നവോദയ പ്രവർത്തകൻ ദിലീപിന്റെ ഹർജിയിന്മേലാണ് കോടതി ഉത്തരവ്. മാർച്ച് 31-നകം അന്വേഷണ റിപ്പോർട്ട് നൽകണം. 2012 ഡിസംബർ 27-ന് ചാന്ദിനി ചൌക്കിൽ തോമസ് കുരുവിളയ്ക്ക് 1,90,00,000 രൂപ കൈമാറിയെന്നായിരുന്നു സരിതയുടെ വെളിപ്പെടുത്തൽ. വിജ്ഞാൻ ഭവനിൽ മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു പണം കൈമാറിയതെന്നും സരിത വ്യക്തമാക്കിയിരുന്നു. കാറിൽ വെച്ച് പണം നൽകിയതിനു ശേഷം സമീപത്തെ പഞ്ചാബി ധാബയിലെത്തി ചായ കുടിച്ചാണ് പിരിഞ്ഞതെന്നും സരിത വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിന്മേൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം അന്വേഷണം ആരംഭിക്കാനാണ് ദില്ലി തീസ് കസാരി കോടതി ഉത്തരവിട്ടത്. നവോദയ പ്രവർത്തകൻ ദിലീപിന്റെ ഹർജിയിന്മേലുള്ള വാദം കേട്ടായിരുന്നു കോടതി ഉത്തരവ്. മാർച്ച് 31-നകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അഡീഷണൽ സെഷൻസ് ജഡ്ജ് രാകേഷ് കുമാർ രാംപുരി ഉത്തരവിട്ടു. നേരത്തെ ദില്ലി പോലീസ് മുമ്പാകെ സമാന പരാതി നൽകിയപ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് പോലീസ് കേസെടുത്തില്ല. മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസ് നിലപാട്. എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് പോലീസിന് ഒഴിയാനാകില്ലെന്നും പരാതിയിന്മേൽ അന്വേഷണം ആരംഭിക്കാനും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിനെതിരെ ത്വരിതാന്വേഷണത്തിന് ഉത്തരവ്. 36.5 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന വി ശിവൻകുട്ടി MLAയുടെ പരാതിയിന്മേലാണ് ഉത്തരവ്. വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിജിലൻസ് SP R നിശാന്തിനിക്കാണ് പരാതിയിൽ അന്വേഷണ ചുമതല. സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാകാതിരുന്ന തമ്പാനൂർ രവിക്ക് കമ്മീഷന്റെ ശാസന. നാളെയോ മറ്റന്നാളോ ഹാജരായില്ലെങ്കിൽ കളി മാറുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷനിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് സരിത S നായർ പറഞ്ഞു. ഭാര്യയ്ക്ക് സുഖമില്ലാത്തതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നും 1 മാസം സാവകാശം വേണമെന്നുമാണ് തമ്പാനൂർ രവിയുടെ അഭിഭാഷകൻ കമ്മീഷനെ അറിയിച്ചത്. UDFന് കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് തങ്കച്ചൻ പറഞ്ഞ പശ്ചാത്തലത്തിലാണോ തമ്പാനൂർ രവി വരാതിരുന്നതെന്നും ആജരാകാത്ത നടപടി ഗൗരവതരമെന്നും കമ്മീഷൻ വിമർശിച്ചു. മാർച്ച് 15-ന് തമ്പാനൂർ രവി ഹാജരാകുമെന്ന് പിന്നീട് അഭിഭാഷകൻ അറിയിക്കുകയായിരുന്നു. പോലീസ് അസോസിയേഷൻ സെക്രട്ടറി GR അജിത്തിന് 20 ലക്ഷം രൂപ സംഭാവന നൽകിയ കാര്യം അസോസിയേഷൻ അഭിഭാഷകൻ വിസ്തരിക്കവേ സരിത ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് അജിത്തുമായി പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ചതെന്നും സരിത പറഞ്ഞു. സോളാർ കമ്മീഷനിലെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കുമെന്ന് സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അല്ല കുറ്റം പറയുന്നത്. നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചതുകൊണ്ട് പല സ്റ്റേറ്റ്മെന്റ്സ് അവർക്ക് പോകാത്തതുകൊണ്ടായിരിക്കും. എന്തായിരുന്നാലും അവരുടെ കയ്യിലുണ്ടായിരുന്ന അവൈലബിലിറ്റി വെച്ച് അവർ ഫ്രെയിം ചെയ്ത ചാർജസ്, അതിനപ്പുറം കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ കോടതിയെ അറിയിക്കാനാണ്. പോലീസ് അസോസിയേഷൻ മുൻ സെക്രട്ടറി CR ബിജുവിനെയും ട്രഷറർ ബാബുരാജിനെയും അറിയില്ലെന്നും സരിത കമ്മീഷനിൽ മൊഴി നൽകി. മുൻ സെക്രട്ടറിയും സരിതയും ഗൂഢാലോചന നടത്തിയതിനെ തുടർന്നാണ് തനിക്ക് സംഭാവന നൽകിയതെന്ന ആരോപണം ഉന്നയിച്ചതെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി GR അജിത്ത് പറഞ്ഞത് തെറ്റാണെന്ന് തെളിഞ്ഞതായും അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അസോസിയേഷൻ മുൻ ഭാരവാഹി CR ബിജു പറഞ്ഞു. ഇത്തരത്തിലൊരു ഗൂഢാലോചനയ്ക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ പോകുന്നവരല്ല ഞങ്ങളെന്ന് ഈ ക്ലോസിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനെതിരെ ക്രിമിനൽ കേസ് നടപടികളുമായി അടുത്ത ദിവസം തന്നെ മുമ്പോട്ട് പോകാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. കമ്മീഷന്റെ നടപടികൾ പ്രഹസനമാണെന്ന് സരിതയെ വിസ്തരിക്കുന്നതിനിടെ പോലീസ് അസോസിയേഷൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പറഞ്ഞത് കമ്മീഷന്റെ രൂക്ഷ വിമർശനത്തിനിടയാക്കി. കമ്മീഷന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവന നടത്തിയ ജോർജ് പൂന്തോട്ടത്തിനെതിരെ ബാർ കൗൺസിലിന് പരാതി നൽകുമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിന് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ലെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണ മേഖലകളുടെ വളർച്ചയ്ക്ക് സ്വകാര്യ പങ്കാളിത്തം അനിവാര്യമാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. കോട്ടയം സീമസ് കോളേജിന്റെ 200ാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കോളേജിന്റെ പൈതൃക പദവി പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ദ്വിശതാബ്ദി തപാൽ കവറിന്റെയും സ്റ്റാമ്പിന്റെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം, CSI ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ, പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയൽ എന്നിവർ സംസാരിച്ചു. ദില്ലി പട്യാല ഹൗസ് സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനും ദില്ലി പോലീസിനും സുപ്രീം കോടതിയുടെ നോട്ടീസ്. ആക്രമണം നടത്തിയ അഭിഭാഷകർക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് ദില്ലി പോലീസിനോട് സുപ്രീം കോടതി ചോദിച്ചു. ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ 3 അഭിഭാഷകർക്കും കോടതി നോട്ടീസ് അയച്ചു. ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിഭാഷകരായ ഓം ശർമ്മ, വിക്രംജിത്ത് ചൗഹാൻ, യശ്പാൽ യാദവ് എന്നിവർക്കാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. കോടതിക്കുള്ളിൽ ആക്രമണം നടത്തി ഇവർക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ലെന്ന് ദില്ലി പോലീസിനോട് സുപ്രീം കോടതി ചോദിച്ചു. ഇവർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് എടുക്കാത്തതെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കന്നയ്യെ മർദ്ദിച്ചെന്ന് ഒളിക്യാമറയിൽ വെളിപ്പെടുത്തിയതും ഇതേ അഭിഭാഷകർ തന്നെ. ഈ വെളിപ്പെടുത്തലിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി നടപടി. പാട്യാല ഹൗസ് സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം എന്നാവശ്യപ്പെട്ടുള്ള വാദം കേൾക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ കന്നയ്യ കുമാറിനെയും ഉമർ ഖാലിദിനെയും അനിർബൻ ഭട്ടാചാര്യയെയും ചോദ്യം ചെയ്തു. രഹസ്യ കേന്ദ്രത്തിൽ വച്ചായിരുന്നു പോലീസ് ചോദ്യം ചെയ്യൽ. അതേസമയം രോഹിത് വെമുല ദളിതനല്ലെന്ന റിപ്പോർട്ട് ഹൈദരാബാദ് പോലീസ് ഹൈക്കോടതിയിൽ നൽകി. അതിനാൽ പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണ പട്ടികയിൽ രോഹിത് ആത്മഹത്യാ കേസ് ഉൾപ്പെടുത്താനാകില്ലെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു. രോഹിത് ദളിത് വിഭാഗക്കാരനാണെന്ന ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്താതെയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ പാർലമെന്റിൽ പ്രതിഷേധം. JNU ചർച്ചയ്ക്കിടെ മന്ത്രി ദുർഗാദേവിയെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രോഹിത് വെമുലയെ ചികിത്സിക്കാൻ അനുവദിച്ചില്ലെന്ന് മന്ത്രിയുടെ പ്രസ്താവനയും കള്ളമെന്ന് പ്രതിപക്ഷം. സ്മൃതി ഇറാനി പാർലമെന്റിൽ വച്ച രേഖകൾ കെട്ടിച്ചമച്ചതാണെങ്കിൽ നടപടിയെടുക്കുമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ പറഞ്ഞു. ദളിത് വിദ്യാർത്ഥിയെ കേന്ദ്ര സർക്കാർ കൊന്നതാണെന്ന് സീതാറാം യെച്ചൂരിയുടെ വിമർശനം. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ മാത്രമാണ് സ്മൃതി ഇറാനി പാർലമെന്റിൽ പറയുന്നതെന്ന് സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നു. PJ ജോസഫിന്റെ നിലപാടിൽ നേതാക്കൾക്ക് അതൃപ്തി. LDFുമായി ചർച്ച നടത്തണമെന്ന് ജോസഫ് വിഭാഗം നേതാക്കൾ അറിയിച്ചു. നിയമസഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. 6 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ മുന്നണി വിടണമെന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, PC ജോസഫ് എന്നിവർ ഇക്കാര്യത്തിൽ ഒരേ നിലപാടുകാരാണ്. LDFുമായി ചർച്ച നടത്തണമെന്നും ഇവർ നിലപാട് സ്വീകരിക്കുന്നു. KM മാണി പാർട്ടിയെ തകർത്തുവെന്നാണ് മറ്റൊരു മുതിർന്ന നേതാവായ PC ജോസഫിന്റെ നിലപാട്. കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ KM മാണി പരാജയപ്പെട്ടു. അഴിമതിയോട് മാണി സന്ധി ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജോസ് കെ മാണിയെ പാർട്ടി നേതാവായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും PC ജോസഫ് വ്യക്തമാക്കുന്നു. അതേസമയം മുന്നണി വിടുന്നതിനോട് PJ ജോസഫിന് താൽപ്പര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണി മാറുന്നു എന്നത് പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് ജോസഫിന്റെ പക്ഷം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസിലെ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുന്നണി വിട്ടുവരുന്ന കാര്യം ആരും അറിയിച്ചിട്ടില്ലെന്നും കോടിയേരി ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കൊച്ചി PVS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംവിധായകൻ രാജേഷ് പിള്ളയുടെ നില ഗുരുതരമായി തുടരുന്നു. നിലവിൽ രാജേഷ് പിള്ള വെന്റിലേറ്ററിലാണ്. ട്രാഫിക് എന്ന സിനിമയിലൂടെ ഏറെ ശ്രദ്ധേയനായ രാജേഷ് പിള്ളയുടെ പുതിയ ചിത്രമായ വേട്ട ഇന്ന് റിലീസ് ചെയ്തു. ഈ വർഷം വിവാഹമുണ്ടാകുമെന്ന് നടി ഭാവന. കന്നഡ സിനിമയിലെ യുവ നിർമ്മാതാവാണ് വരൻ. ഏറെക്കാലമായി നിർമ്മാതാവുമായി പ്രണയത്തിലാണെന്നും ഭാവന പറഞ്ഞു. എന്നാൽ ഭാവി വരന്റെ പേരോ മറ്റു വിവരങ്ങളോ ഭാവന വെളിപ്പെടുത്തിയിട്ടില്ല. മലയാളത്തിലെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാവന വിവാഹത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ് വികസനത്തെ അപ്രസക്തമാക്കുന്ന അഴിമതിയാണ് കേരളത്തിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ. വികസനത്തിനൊപ്പം അഴിമതിയും നിറഞ്ഞു നിൽക്കുകയാണ്. സോളാർ കേസ് സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് വേണ്ടതെന്നും പന്തളം സുധാകരൻ. കേരളം പ്രബുദ്ധമാണ്. ഏറ്റവും കൂടുതൽ അഴിമതി കേസുകളും ഏറ്റവും കൂടുതൽ വികസന പ്രക്രിയയും നടക്കുന്നത് കേരളത്തിലാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. ഒരു വശത്ത് അഴിമതി, ഒരു വശത്ത് വികസനവും. നിയമം മൂലം ഒരിക്കലും അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു സ്ഥലത്തും ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. ബോധവൽക്കരണത്തിൽ കൂടി മാത്രം സ്വന്തം മദ്യം വർജിക്കുക തന്നെയാണ്.
നിയമസഭാ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസിനുള്ളിൽ കലാപത്തിന് തുടക്കമിടുന്നു. യൂത്ത് കോൺഗ്രസിൽ നിന്നും 25 പേർക്കെങ്കിലും സ്ഥാനാർത്ഥിത്വം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഹൈക്കമാൻഡിന് കത്ത് നൽകി. പീരുമേടും ബേപ്പൂരും കോഴിക്കോട് നോർത്തുമാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥി നിർണയ നടപടികൾ KPCC നേതൃത്വം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിനു മുമ്പിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ദില്ലിയിലെത്തി. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതാക്കൾ വഴി ഹൈക്കമാൻഡ് നേതൃത്വത്തിന് പേരുകളടങ്ങിയ സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നൽകിയ ലിസ്റ്റിൽ സ്വന്തം പേര് 2 മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പീരുമേടും ഉടുമ്പൻചോലയും. CR മഹേഷ് കരുനാഗപ്പള്ളി, ആദം മുൻസി ബേപ്പൂർ, വിദ്യാബാലകൃഷ്ണൻ കോഴിക്കോട് നോർത്ത് തുടങ്ങിയവരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 4 തവണ എങ്കിലും മത്സരിച്ച ആളുകൾക്ക് ഒരു മാറ്റം പാർലമെൻ്ററി രംഗത്തു ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു ആലോചനയിലൂടെ, ഒരു പഠനത്തിലൂടെ ഒരു കൃത്യമായൊരു നിലപാടെടുക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. മുൻകാലങ്ങളിൽ KPCC നേതൃത്വം യൂത്ത് കോൺഗ്രസിന് മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടില്ലെന്ന പരാതി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ കണക്ക് പ്രകാരം UDFന്റെ സിറ്റിംഗ് സീറ്റുകളല്ലാത്ത 43 സീറ്റുകൾ കോൺഗ്രസിന്റെ കൈവശമുണ്ട്. ഇതിൽ 25 യൂത്ത് കോൺഗ്രസ് മത്സരിക്കണം. രാഹുൽ ഗാന്ധി വഴി സീറ്റുറപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി.